ഹലോ നമസ്കാരം. PSC ഫോർസൈറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് വേലുത്തമ്പി ദളവയെക്കുറിച്ച് പഠിക്കാം. വേലുത്തമ്പി ദളവ ജനിച്ച സ്ഥലം, തിരുവിതാംകൂറിൽ ദിവാനായി കയറിയ വർഷം, ദിവാനായി കയറിയതിന് ശേഷം തിരുവിതാംകൂറിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ, വേലുത്തമ്പി ദളവയുടെ മരിച്ച വർഷം, ഇതെല്ലാം ഓരോ പോയിൻ്റുകളായിട്ട് നോക്കാം. ആദ്യം വേലുത്തമ്പി ദളവ ജനിച്ചത് എവിടെയാണ്? കൽക്കുളത്താണ് വേലുത്തമ്പി ദളവയുടെ ജന്മസ്ഥലം. കന്യാകുമാരിയിലെ കൽക്കുളത്താണ് വേലുത്തമ്പി ദളവ ജനിച്ചത്. ഇനി വേലുത്തമ്പി ദളവ എന്നാണോ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്? അല്ല. വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ പേര് കുറച്ച് നീളമുള്ള പേരാണ്. തലക്കുളത്ത് വേലായുധൻ ചെമ്പകരാമൻ തമ്പി. തലക്കുളത്ത് വേലായുധൻ ചെമ്പകരാമൻ തമ്പി. ഇനി അദ്ദേഹം തിരുവിതാംകൂറിൽ ദിവാനായി അധികാരത്തിലേറിയ വർഷം നോക്കാം. 1802. 1802 വേലുത്തമ്പി ദളവ തിരുവിതാംകൂർ ദിവാനായത്. ബ്രിട്ടീഷുകാർക്കെതിരെ തിരുവിതാംകൂറിൽ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ നേതാവാണ് വേലുത്തമ്പി ദളവ. അതായത് ഏകദേശം നമ്മുടെ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടത്തിന് നേതൃത്വം നൽകിയത് വേലുത്തമ്പി ദളവയായിരുന്നു. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതിയും ഹജൂർ കച്ചേരിയും ഒക്കെ സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. ഞാൻ പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ് ഇദ്ദേഹം തിരുവിതാംകൂറിൽ ദിവാനായി ഭരണത്തിലേറുന്നത്. 1805 ബ്രിട്ടീഷുകാരും അവിട്ടം തിരുനാൾ രാജാവും ഒരു സൗഹൃദ ഉടമ്പടി വയ്ക്കുകയുണ്ടായി. അങ്ങനെ തിരുവിതാംകൂറിലെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനുള്ള അനുമതി കേണൽ മെക്കാളയ്ക്ക് ലഭിക്കുകയാണ്. മെക്കാളെ ആണെങ്കിൽ അനാവശ്യമായി ഭരണകാര്യങ്ങളിലെല്ലാം ഇടപെടാൻ തുടങ്ങി. ഇതോടെ തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. ഈ ആഭ്യന്തര കാര്യങ്ങളിലുള്ള അനാവശ്യമായ കമ്പനിയുടെ, അതായത് ബ്രിട്ടീഷുകാരുടെ അനാവശ്യ ഇടപെടൽ വേലുത്തമ്പി ദളവയെ അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചു. വേലുത്തമ്പി ദളവ പാലിയത്തച്ഛനുമായി ഒരു രഹസ്യ ധാരണയുണ്ടാക്കി. ഇവർ ഫ്രഞ്ചുകാരുമായും സാമൂതിരിയുമായും രഹസ്യമായി ബന്ധപ്പെടുകയും യുദ്ധത്തിനുള്ള പിന്തുണ അഭ്യർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ വേലുത്തമ്പി ദളവ കുണ്ടറയിൽ വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിന് ആഹ്വാനം ചെയ്തു ഒരു വിളംബരം പുറപ്പെടുവിച്ചു. ഇതാണ് 1809 ജനുവരി 11 കുണ്ടറ വിളംബരം എന്ന് അറിയപ്പെടുന്നത്. പക്ഷേ ബ്രിട്ടീഷുകാർ ശക്തമായി തിരിച്ചടിച്ചു. ബ്രിട്ടീഷുകാരുമായി ഒരു സൗഹൃദ ഉടമ്പടി അന്നത്തെ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ ഉണ്ടാക്കി. ബ്രിട്ടീഷുകാരുടെ ഭീഷണിക്ക് വഴങ്ങി തിരുവിതാംകൂർ രാജാവ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ വേലുത്തമ്പി ദളവയെ ആ സ്ഥാനത്തു നിന്ന് പുറത്താക്കി. പിന്നീട് ആ സ്ഥാനത്തേക്ക് വന്നത് ഉമ്മിണിത്തമ്പിയാണ്. ഉമ്മിണിത്തമ്പിയാണെങ്കിൽ ദളവയെ പിടിക്കാൻ ഉത്തരവിടുകയും പിടിച്ചു നൽകുന്നവർക്ക് പാരിതോഷികം ഏർപ്പെടുത്തുകയും ചെയ്തു. വേലുത്തമ്പി ദളവ മണ്ണടി ക്ഷേത്രത്തിലാണ് അഭയം പ്രാപിച്ചത്. പക്ഷേ തിരുവിതാംകൂറിൻ്റെ സൈന്യവും ബ്രിട്ടീഷുകാരുടെ സൈന്യവും അവിടെ എത്തുകയും ക്ഷേത്രം വളയുകയും ചെയ്തു. ഏകദേശം പിടിക്കുമെന്നായപ്പോൾ വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. 1809 ഏപ്രിലിൽ ദളവ അന്തരിച്ചു. ഇനി വേലുത്തമ്പി ദളവയെക്കുറിച്ച് ഓർത്തു വയ്ക്കേണ്ട പോയിന്റുകൾ നോക്കാം. ചങ്ങനാശ്ശേരിയിൽ അടിമച്ചന്ത സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയായിരുന്നു. ചങ്ങനാശ്ശേരിയിൽ അടിമച്ചന്ത സ്ഥാപിച്ചു വേലുത്തമ്പി ദളവ. ചങ്ങനാശ്ശേരിയിൽ അടിമച്ചന്ത സ്ഥാപിച്ചു. പിന്നെ വേമ്പനാട്ടുകായലിലെ പാതിരാമണൽ ദ്വീപ് കൃഷിയോഗ്യമാക്കി മാറ്റി. വേമ്പനാട്ടുകായലിലെ പാതിരാമണൽ ദ്വീപ് കൃഷിയോഗ്യമാക്കി മാറ്റി. തിരുവിതാംകൂറിൽ ഹജൂർ കച്ചേരി സ്ഥാപിച്ചു. സഞ്ചരിക്കുന്ന കോടതി സ്ഥാപിച്ചു. 1802 തിരുവിതാംകൂറിൽ ദിവാനായി ഭരണത്തിലേറി. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടത്തി. ഇത്രയും പോയിന്റുകളെല്ലാം ഓർത്തു വയ്ക്കുക. എല്ലാവരും വീഡിയോസ് എല്ലാം കാണുക, പഠിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബായ്.